മുഖ്യമന്ത്രി സംസാരിക്കാനെത്തുന്നു. കേരളം കാത്തിരിക്കുന്ന പ്രസംഗത്തിലേക്കാണ് നമ്മൾ. സഹോദരി സഹോദരന്മാർ, കേരള പോലീസ് അസോസിയേഷൻ്റെ 37ാമത് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ആദ്യമായും ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ. ഈ സമ്മേളനത്തിൽ പോലീസ് സേനയുടെ നവീകരണമടക്കമുള്ള വിവിധ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം ഈ സമ്മേളനം ചേരുന്നത്. അതുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കി എന്നത് നല്ല കാര്യമാണ്. മറ്റ് സംഘടനകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് യൂണിഫോംഡ് സേനകളുടെ സംഘടനയും സംഘടനാ പ്രവർത്തനവും. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അച്ചടക്കത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് വ്യതിചലിക്കാതെ പ്രവർത്തിക്കാൻ ബാധ്യപ്പെട്ടവരാണ്. ഈ തിരിച്ചറിവോടെ പ്രതിബദ്ധതയാർന്ന സംഘടനാ പ്രവർത്തനം നടത്താൻ കേരള പോലീസ് അസോസിയേഷന് കഴിയുന്നു എന്നത് ശ്ലാഘനീയമായ കാര്യമാണ്. ജനാധിപത്യത്തിൻ്റെ വരവിന് മുൻപ് തന്നെ പോലീസ് സംവിധാനമുണ്ടായിരുന്നു. ആ പോലീസ് സംവിധാനത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കും. അക്കാലത്ത് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണങ്ങളായാണ് പോലീസ് സേന പ്രവർത്തിച്ചിരുന്നത്. ആ കാലയളവിൻ്റെ പ്രത്യേകത നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും ജനങ്ങളുടെ അവകാശത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേർ നാട്ടിലുണ്ടായിരുന്നു. നാട്ടുരാജാക്കന്മാർക്കും സാമ്രാജ്യത്വ ഭരണകൂടത്തിനും വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെയെല്ലാം അടിച്ചമർത്തുക, ഇതായിരുന്നു അക്കാലത്തെ പോലീസിൻ്റെ പ്രധാന ജോലി. പക്ഷേ ജനാധിപത്യ സർക്കാരുകൾ അധികാരത്തിലെത്തി. അതോടെ പോലീസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലും അതോടൊപ്പം തന്നെ അവയുടെ ഉത്തരവാദിത്വ നിർവഹണത്തിലും കാതലായ മാറ്റങ്ങളുണ്ടായി. മർദ്ദനോപകരണം ആ നിലയിൽ നിന്ന് മാറി ജനസേവകർ എന്ന നിലയിലേക്ക്. അത് ഉറപ്പുവരുത്താനായി മാതൃകാപരമായ ഇടപെടലുകളാണ് കേരളത്തിൽ പുരോഗമന സർക്കാരുകൾ നടത്തിയിരുന്നത്. പോലീസുകാർക്കും അവകാശങ്ങളുണ്ടെന്നും ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുമുള്ള സമീപനമുണ്ടായി.